ഡിസംബർ 15 തിങ്കളാഴ്ച. മത്തായി 21, 23 മുതൽ 27 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു പ്രാസംഗികൻ ഒരു വലിയ ജനക്കൂട്ടത്തോട് ദൈവവചനം പ്രഘോഷിക്കുകയായിരുന്നു. പതിവ് പോലെ അദ്ദേഹം തൻ്റെ ഉള്ളടക്കത്തിലാണ്, അതുപോലെ തന്നെ പരിവർത്തനത്തിനായി ആളുകളുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അല്ലാതെ കൃത്യമായ സാഹിത്യ രൂപം അല്ലായിരുന്നു. ആ സദസ്സിൽ ഒരു പ്രത്യേക മാന്യൻ ഇരുന്നു. വളരെ വിമർശനാത്മക പരാമർശങ്ങളും അഭിപ്രായങ്ങളും നടത്തുന്നതിൽ പ്രസക്തനായിരുന്നു അയാൾ. പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അവസാനം ഈ വ്യക്തി പ്രാസംഗികൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗത്തിൽ 11 വ്യാകരണ തെറ്റുകൾ വരുത്തിയതായി ഞാൻ ശ്രദ്ധിച്ചു. പ്രാസംഗികൻ വളരെ ശാന്തമായി മറുപടി പറഞ്ഞു, അതിന് സാധ്യതയുണ്ട്. കാരണം എനിക്ക് ആദ്യകാല വിദ്യാഭ്യാസം അത്ര മെച്ചമല്ലായിരുന്നു. അങ്ങനെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ തെറ്റ് വരില്ലായിരുന്നു. ഏതായാലും എനിക്കറിയാവുന്ന എല്ലാ വ്യാകരണങ്ങളും ഞാൻ ക്രിസ്തുവിൻ്റെ സേവനത്തിന് ഉപയോഗിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രാസംഗികൻ തിരിച്ചു ചോദിച്ചു. ആ പ്രാസംഗികൻ്റെ ധീരവും സത്യമായ മറുപടിയോട് അയാൾ എങ്ങനെ പ്രതികരിച്ചെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഹൃദയം ദൈവാത്മാവിനോട് അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ബാഹ്യമായ ഘടകങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. മനസ്സ് അന്നേരം വാചകങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. യേശുവിൻ്റെ വ്യക്തിത്വത്തോടും ശുശ്രൂഷയോടും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിമർശനാത്മകവും ധാർഷ്ട്യവുമില്ലാത്ത ഒരു അടഞ്ഞ മനോഭാവമാണ് ഇന്നത്തെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. യേശുവിനോടുള്ള അവരുടെ ചോദ്യത്തിൽ ഇത് പ്രകടമാണ്. എന്ത് അധികാരത്താലാണ് നീ ഇവ ചെയ്യുന്നത്? ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത്? യേശുവിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി മതനേതാക്കളെ വളരെയധികം അസ്വസ്ഥരാക്കി. അവർ യേശുവിൽ ഒരു ഭീഷണി തിരിച്ചറിഞ്ഞു. ദൈവസേവനത്തെക്കാൾ ആളുകളെ അവരുടെ നുഖത്തിന് കീഴ്പ്പെടുത്തുന്ന ഒരു മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കർത്താവിൻ്റെ നന്മകൾ കാണാൻ അവരുടെ കണ്ണുകൾ അടച്ചിരുന്നു. നന്മയ്ക്കായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകാൻ അവരുടെ ജീവിതം തടസ്സപ്പെട്ടു. പകരം അവർ കർത്താവിൽ കുറ്റം മാത്രം കണ്ടെത്തി. അങ്ങനെ അവൻ്റെ വഴികളെ വിമർശിക്കുന്നു. കഠിനമായി വിമർശിക്കുന്നൊരു മാനസികാവസ്ഥ ചിലപ്പോൾ നമ്മളിലും ഉണ്ടാകാറുണ്ട്. മനുഷ്യത്വമില്ലാത്ത എല്ലാ ചിന്താഗതികളെയും വേരോടെ പിഴുതെറിയാനും വിശുദ്ധിയിലും വിനയത്തിലും സ്വയം വളരുന്നതിനും നമുക്ക് കഴിയട്ടെ. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. സ്നേഹത്താൽ ജ്വലിച്ച ഒരു ആത്മാവ്, സൗമ്യവും എളിമയും ക്ഷമയും ഉള്ള ഒരു ആത്മാവാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.